രാജ്യസഭയിൽ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയുന്നുണ്ട്. നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യതയുമുണ്ട്. അതേപോലെ NDA പ്രവേശനത്തിന് പിന്നാലെ 2 ദിവസത്തെ ബീഹാർ സന്ദർശനത്തിന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ദില്ലിയിലെത്തും. മോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടോ എന്ന കാര്യവും നമുക്കൊന്ന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ നോബൽ രാജ്യസഭയിലും ലോക്സഭയിൽ നമ്മൾ കണ്ടതുപോലെ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധവും രൂക്ഷമായ വിമർശനവുമായിരിക്കുമോ പ്രധാനമന്ത്രി നടത്തുക? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിരൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും വിമർശിച്ചു. കോൺഗ്രസിന് വലിയ പരിഹാസവും അന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കും ഇന്നത്തെ പ്രസംഗം. രാജ്യസഭയിലെ മറുപടി പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ മറുപടി പ്രസംഗത്തിലും അദ്ദേഹം നടത്തുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം പ്രധാനമായും തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. തൻ്റെ ഭരണനേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും അതോടൊപ്പം തന്നെ പരമാവധി കോൺഗ്രസിനെയും ഒപ്പം പ്രതിപക്ഷത്തെയും അടിച്ചമർത്തിയുമുള്ള പ്രസംഗം തന്നെയായിരിക്കും പ്രധാനമന്ത്രി നടത്താൻ പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിൽ ഒരു പ്രസംഗം തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ തവണ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും രാഹുൽ തന്നെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന പല വാക്കുകളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 400-ലധികം സീറ്റുകൾ NDA നേടും എന്ന ആത്മവിശ്വാസവും കഴിഞ്ഞ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. അത് ഇത്തവണയും ഇന്നത്തെ രാജ്യസഭയിലെ പ്രസംഗത്തിലും അത് പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും 125 ദിവസത്തിനകം പുതിയ സർക്കാർ രാജ്യത്ത് വരും. അത് തൻ്റെ 3ാം സർക്കാർ ആയിരിക്കും എന്ന നിലപാടിൽ തന്നെയാണ് പ്രധാനമന്ത്രിയും BJPയും ഒക്കെ ഉള്ളത്. അത് പൂർണ്ണമായും വിളിച്ചോതുന്ന അല്ലെങ്കിൽ അത് പൂർണ്ണമായും അടിവരയിട്ട് പറയുന്ന ഒരു പ്രസംഗം തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച ഇന്നിപ്പോൾ ലോക്സഭയിൽ ആരംഭിക്കുകയാണ്. നമുക്കൊപ്പം ചേർന്നത് ഇന്നിപ്പോൾ ഡൽഹിയിൽ ഒട്ടേറെ സംഭവ വികാസങ്ങൾ ജന്തർ മന്ദറിൽ നടക്കുന്നത് കർണാടക സർക്കാരിന്റെ പ്രതിഷേധമാണ്. പാർലമെന്റിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നന്ദി പ്രമേയ ചർച്ചയിന്മേലുള്ള തന്റെ പ്രസംഗം അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം നിതീഷ് കുമാർ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ അവസാനഘട്ട ചർച്ചകൾ ഇന്നുണ്ടാവും നിയമസഭയിൽ. ഇന്നൊരു പക്ഷേ ആ ബില്ല് നിയമമായി മാറാനുള്ള സാധ്യതയുമുണ്ട്.